ഇവിടെയാണ് ഗൊണ്ടോളകളുടെ പാർക്കിംഗ് സ്പേസ്. അപ്പോ എന്താണ് ഗൊണ്ടോള എന്നല്ലേ? നഗരത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വെള്ളം കടക്കാൻ അധികം പാലങ്ങളില്ലായിരുന്നു. ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കി ആദിമ പിതാക്കന്മാര് ഉപയോഗിച്ചു തുടങ്ങി. അതിനെ ഗൊണ്ടോളകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലം മാറുന്നതനുസരിച്ച് ഗൊണ്ടോളകൾക്കും രൂപമാറ്റം സംഭവിച്ചു. ഏകദേശം വഞ്ചിയുടെ ഷേപ്പാണ് ഇവയ്ക്ക്. കൂർത്ത അഗ്രം, കൂർത്ത പ്രാവും വിപരീത അമരമുള്ള ഒരു ആഴം കുറഞ്ഞ ഹൾ, ഇടുങ്ങിയ ചാനലുകൾ, ഇറുകിയ കോണുകളും നാവിഗേറ്റ് ചെയ്യുന്നതിന് ഈ ഡിസൈൻ അവരെ അനുയോജ്യരാക്കുന്നു. ഇതുപോലുള്ള ചെറിയ കനാലുകളോടെ ഗൊണ്ടോളകൾ പാസ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് ഗൊണ്ടോളകൾ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ ഈ ബോട്ടുകൾ കൂടുതൽ വിശാലവും അലങ്കാരവുമായി മാറി. പണ്ട് കാലത്ത് സാധാരണക്കാരുടെ ചരക്കുകൾ കയറ്റുന്ന ചരക്കുവഞ്ചിയായിരുന്നു ഗൊണ്ടോളയെങ്കിൽ ഗൊണ്ടോളയുടെ രൂപത്തിലും വ്യത്യാസം വന്നതോടുകൂടി സമ്പത്തിന്റെയും പദവിയുടെയും പ്രതീകമായി സമൂഹത്തിൽ ഉയർന്ന സമ്പന്നന്മാരായ പൗരന്മാർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു വാഹനം മാത്രമായി ഗൊണ്ടോള മാറി. കൊണ്ട് വിരിച്ച സ്വർണ്ണ സിംഹാസനവും കൊത്തുപണികളും കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഗൊണ്ടോള എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കും. സമൂഹത്തിലെ ഉന്നതരും പ്രഭുക്കന്മാരും യാത്ര ചെയ്തിരുന്ന ഗൊണ്ടോളിയൻ യാത്രയിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം. 45 മിനിറ്റിന് 90 യൂറോ വെച്ചിട്ടാണ് ടൂറിസ്റ്റുകാരിൽ നിന്ന് ഇവർ ഈടാക്കുന്നത്. എന്തായാലും ഗൊണ്ടോളിയൻ യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്.